ബിഗ് ബോസ് മലയാളത്തിൻ്റെ 4ാം സീസണിലൂടെ മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ താരമാണ് ശാലിനി നായർ. വിവാഹമോചിതയായി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മുതൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കുത്തുവാക്കുകൾ. കൈക്കുഞ്ഞുമായി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ഇടത്തുനിന്നും ഇപ്പോൾ കേരളം അറിയപ്പെടുന്ന താരമാകാൻ കഴിഞ്ഞത് ശാലിനിയുടെ നേട്ടം തന്നെയാണ്. ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ 2ാം അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ശാലിനി. അതായത് 2ാം വിവാഹം തന്നെ. സോഷ്യൽ മീഡിയയിൽ വിവാഹചിത്രം പങ്കുവച്ചുകൊണ്ടാണ് താരം ഈ വിശേഷം ആരാധകരെ അറിയിച്ചതും. എന്തെഴുതണമെന്നറിയാതെ വിരലുകൾ നിശ്ചലമാകുന്ന നിമിഷം, വിറയ്ക്കുന്ന കൈകളോടെ നെഞ്ചിടിപ്പോടെ ഉള്ളകം നിറയുന്ന നിമിഷം പ്രിയപ്പെട്ടവരിലേക്ക് കൂടി പങ്കുവെക്കുകയാണ്. സമൂഹത്തിന് മുന്നിൽ ഒരിക്കൽ ചോദ്യചിഹ്നമായവൾക്ക്, അവളെ മാത്രം പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന കുഞ്ഞിന്, താങ്ങായി ഇന്നോളം കൂടെയുണ്ടായ കുടുംബത്തിന്, മുന്നോട്ടുള്ള ജീവിതത്തിൽ കരുതലായി കരുത്തായി ഒരാൾ കൂട്ടുവരികയാണ് ദിലീപേട്ടൻ. ഞാൻ വിവാഹിതയായിരിക്കുന്നു. സ്നേഹം പങ്കുവച്ച എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് വിവാഹ വാർത്ത പങ്കിട്ട് ശാലിനി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. നിരവധി പേരാണ് ശാലിനിക്കും ഭർത്താവ് ദിലീപിനും ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത്. വളരെ ലളിതമായ രീതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു ശാലിനിയുടെ 2ാം വിവാഹം. യാതൊരു ആഡംബരങ്ങളുമില്ല. സിമ്പിൾ കേരള സാരി ചുറ്റി കഴുത്തിൽ ചെറിയൊരു മാലയും അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി നാടൻ സുന്ദരിയായാണ് ശാലിനി ഒരുങ്ങിയത്. വരനും ശാലിനിയെപ്പോലെ തന്നെ സിമ്പിൾ ലുക്കിലാണ് എത്തിയത്. പഠനകാലം കഴിഞ്ഞ് ഉടനെയായിരുന്നു ശാലിനിയുടെ ആദ്യ വിവാഹം. പെട്ടെന്ന് തന്നെ കുട്ടിയും ജനിച്ചു. എന്നാൽ കുടുംബത്തിലെ മാനസികമായ പൊരുത്തക്കേടുകൾ കാരണം ആദ്യ വിവാഹബന്ധം വേർപെടുത്തുകയായിരുന്നു. അതിനുശേഷം 1 വർഷത്തോളം വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞത് കാരണം എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, പ്രണയവിവാഹമായിരുന്നോ എന്ന്. എന്നാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച് നടത്തിയ വിവാഹമാണ്. കുടുംബത്തിലുള്ളവരുടെ എല്ലാം കല്യാണം നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. അതേ രീതിയിലാണ് ശാലിനിയുടേതും നടത്തിയത്. പഠനം കഴിഞ്ഞപ്പോൾ എല്ലാ പെൺകുട്ടികളെയും പോലെ ശാലിനിയുടെ മനസ്സിലും വിവാഹം, ഹണിമൂൺ, സിനിമ എന്നിങ്ങനെയുള്ള മോഹങ്ങളെല്ലാം കടന്നു വന്നിരുന്നു. അതായിരുന്നു പ്രായം. ഇപ്പോൾ കല്യാണം വേണ്ട എന്ന് പറയാനുള്ള പക്വതയൊന്നും അപ്പോൾ ഉണ്ടായിരുന്നില്ല. വിവാഹമോചനം നേടി വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാരേക്കാൾ പ്രശ്നം അയൽക്കാർക്കും മറ്റുമായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അവസാനം ജോലി അന്വേഷിച്ച് കൊച്ചിയിൽ എത്തുകയായിരുന്നു. ജീവിതമാർഗം എന്ന രീതിയിലാണ് ആങ്കറിംഗ് തുടങ്ങിയതും പതുക്കെ ബിഗ് ബോസ് വരെയും എത്തിയത്. ഇതാണ് തൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് ശാലിനി മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളത്. സീസൺ 4ലെ സ്ട്രോങ് കണ്ടസ്റ്റൻസിൽ ഒരാളായിരുന്നു ശാലിനി. 2ാമത്തെ എവിക്ഷനിലൂടെയാണ് ബിഗ് ബോസിൽ നിന്നും പുറത്താകുന്നത്. പെട്ടെന്നൊന്നും പുറത്തു പോവേണ്ട ആളായിരുന്നില്ല ശാലിനി എന്നാണ് പ്രേക്ഷകർ അന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.